പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തകഴിയിലാണ്. തകഴിയിലെ വലിയ പാലത്തിൻ്റെ അടിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുട്ടനാട്ടിലെ പല സ്ഥലങ്ങളിൽ നിന്നും കൊയ്യുന്ന നെല്ല് തകഴിയിലെ ഈ പാലത്തിന് സമീപത്തെത്തിച്ചതിന് ശേഷമാണ് കേരളത്തിലെ വിവിധ മില്ലുകളിലേക്ക് ലോറികളിൽ കൊണ്ടുപോകുന്നത്. ഞാൻ പാലത്തിൽ നിൽക്കുമ്പോൾ താഴെ കുറേ വള്ളങ്ങളും വള്ളത്തിൽ കുറേ നെല്ലും ആളുകളുമൊക്കെ ലോഡ് ചെയ്യുന്നതും മറ്റും കണ്ടിട്ടാണ് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നത്. ഏതാണെങ്കിലും താഴെ വന്നപ്പോൾ ഇവിടെ വലിയ ചുമട്ട് തൊഴിലാളികളുടെ ഒരു സംഘത്തെയാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് എൻ്റെ നോട്ടത്തിലൊരു 10, 35, 40ഓളം ആളുകളെങ്കിലും ഉണ്ടാവും. അവർ തലയിൽ നെൽച്ചാക്കുകളെടുത്ത് ലോറിയിലേക്കുള്ള റാമ്പുകളിലൂടെ അവർ കയറി നെല്ല് ലോറിയുടെ മുകളിലേക്ക് കയറ്റുന്നതാണ് ഞാനിവിടെ വന്നപ്പോൾ കണ്ടത്. ഇതിൽ പ്രായം കുറഞ്ഞവരും പ്രായമുള്ളവരുമൊക്കെ ആയിട്ടുള്ള വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഏതാണെങ്കിലും ഇത് അത്ര നിസ്സാരമായ ഒരു പരിപാടിയല്ല. ഇത് സാഹസികമായ പരിപാടിയാണ്. വലിയ തോതിൽ പരിചയം ആവശ്യമുള്ള പരിപാടിയാണ്. ഏതാണെങ്കിലും ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വളരെ ആവേശത്തോടു കൂടി അവരുടെ തലയിൽ ഏതാണ്ട് 50-നടുത്ത് തൂക്കം വരുന്ന ചാക്കുകൾ ഏറ്റിക്കൊണ്ട് ലോറിയുടെ മുകളിലേക്ക് വരിവരിയായി നിന്ന് ഓരോരുത്തരുടെ ടേൺ അനുസരിച്ച് ലോറിയുടെ മുകളിലേക്ക് അത് ഇടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ ലോറിയുടെ മുകളിൽ നിൽക്കുന്ന ആളുകൾ ഈ തലച്ചുമടായി കൊണ്ടുവരുന്ന നെൽച്ചാക്കുകൾ അവർ വളരെ കൃത്യമായിട്ടത് പിടിച്ച് ലോറിയുടെ മുകളിൽ അട്ടിയെടുക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലോറിയുടെ പ്ലാറ്റ്ഫോമിന് മുകളിലേക്ക് 6-7 അട്ടിയായിട്ടാണ് നെല്ല് ഇപ്പോൾ അവർ കൃത്യമായിട്ട് അടുക്കി വയ്ക്കുന്നത്. ഏതാണെങ്കിലും ഓരോരുത്തർ അവരവരുടെ അവസരത്തിനു വേണ്ടി കാത്ത് ആ റാമ്പുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതുപോലെയുള്ള പല കടവുകളിൽ നിന്നാണ് നെല്ല് ലോറിയിൽ കയറ്റി കാലടിയിലേക്കും മറ്റും കൊണ്ടുപോകുന്നത്. ഏതാണെങ്കിലും ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. ആ ചേട്ടനാണെന്ന് തോന്നി ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിക്കാം. ചേട്ടൻ്റെ പേരിന് ടോണി. ഈ നെല്ല് കയറ്റി എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ഇതാരാണ് ഇത് കയറ്റിക്കൊണ്ട് പോകുന്നത്? ഏജന്റാണോ? ആ ഏജന്റ്. ശരി, ഓക്കെ. ഇതിപ്പോൾ ഏത് സ്ഥലത്തേക്കാണ് നെല്ലും കയറ്റിക്കൊണ്ട് പോകുന്നത്? പവിഴം മില്ല് എവിടെയാണ്? കാലടിയിൽ. ഇപ്പോൾ എത്ര വർഷങ്ങളായിട്ട് ചേട്ടൻ ഈ പറയുന്ന നെല്ല് കയറ്റിക്കൊണ്ട് പോകുന്ന പരിപാടി ചെയ്യുന്നുണ്ട്? സപ്ലൈക്കോ തുടങ്ങിയപ്പോൾ തൊട്ട് നെല്ല് കയറ്റുന്ന ആളാണ്. ഇപ്പോൾ ഈ നെല്ല് ഇപ്പോൾ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഇത് തകഴി കോളപ്പാടം എന്ന് പറഞ്ഞൊരു പാടം. അത് ശരി. ഇവിടെ കുട്ടനാട്ടിൽ കൊയ്ത്ത് പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ എടുക്കുന്നുണ്ടോ? നെല്ലെടുക്കുന്നുണ്ടോ? തുടങ്ങിയിരിക്കുക. പല സ്ഥലങ്ങളിൽ നിന്ന് ഇതുപോലെ നെല്ലെടുക്കുന്നുണ്ടോ? അത് ശരി. അപ്പം നെല്ല് ഇവിടെ കൊണ്ടുവന്ന് കയറ്റാൻ കാര്യം എന്താണ്? ഇത് നമ്മുടെ നിയറസ്റ്റ് പ്ലേസാണ്. അനുകൂലമായിട്ടുള്ളൊരു കടവാണ്. അത് ശരി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന കോളപ്പാടത്തിൻ്റെ സമീപത്തെങ്ങും വണ്ടിയൊന്നും ചെല്ലത്തില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്പോട്ട്. അപ്പോൾ നിങ്ങളുടെ ഇത് ഒരു ലോഡ് കയറ്റാനായിട്ട് സാധാരണ ഇത് എത്ര സമയം എടുക്കാറുണ്ട്? ഒരു 40 മിനിറ്റ്. ഏകദേശം എത്ര പണിക്കാരിപ്പോൾ ഇവിടെ ഇത് ലോഡിങ്ങിന് വേണ്ടി ഉണ്ട്? ലോഡിങ്ങിന് വേണ്ടി ഇവിടെ ഒരു 40-50 പേരോളം ഉണ്ട്. ഇത് വർഷങ്ങളായിട്ട് താങ്കളോടൊപ്പം സഹകരിക്കുന്ന ആളുകളാണ്? അത് ശരി, ഓക്കെ. അപ്പോൾ ഈ നെല്ല് കയറ്റി നേരെ കാലടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു മില്ലിന് വേണ്ടി മാത്രമാണ് താങ്കൾ ഈ കാര്യം ചെയ്യുന്നത്? ഉണ്ട്. അപ്പോൾ ഈ മില്ല് ഇത് കാലടിയിലേക്ക് പവിഴം മില്ലിന് വേണ്ടിയാണ്. ഓക്കെ. ഇവിടെ ഇതിനകത്ത് പ്രത്യേകിച്ച് ചുമക്കുന്നതിന് പ്രത്യേകിച്ച് പ്രായപരിധി അങ്ങനെ വല്ലതും ഉണ്ടോ? അവരെ തൊഴിലാളികൾ അതിൻ്റെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തോളും. ചോക്കുന്നവരെ കൊടുക്കുന്നവർ യൂണിയൻ തൊഴിലാളികൾ അവർ ശരി. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം എത്ര വർഷമായിട്ടുണ്ട് താങ്കൾ ഈ മേഖലയിൽ? എനിക്ക് തോന്നുന്നു സപ്ലൈക്കോ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 17 കൊല്ലം ആയെന്ന് തോന്നുന്നു. 17-18 കൊല്ലമായിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 17-18 കൊല്ലമായിട്ട് കുട്ടനാട്ടിൽ നിന്ന് കാലടിയിലേക്ക് നെല്ല് കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു നിങ്ങളെ എന്നാണ് പറയുന്നത്? അതായത് ഏജന്റ്. ഓക്കെ. നെല്ല് കയറ്റി മില്ലിൽ സപ്ലൈ ചെയ്യുന്ന ഏജന്റാണ്. നമ്മുടെ പ്രിയപ്പെട്ട ചുമട്ട് തൊഴിലാളികളായിട്ടുള്ള സഹോദരങ്ങൾ വളരെ ആവേശത്തോടു കൂടി അവരുടെ പണിയിൽ വ്യാപൃതരാണ്. ഏകദേശം 50 കിലോയ്ക്ക് അടുത്ത് വരുന്ന ചാക്കിലെ നെല്ലാണ്. പ്രായഭേദമെന്നെ ചെറുപ്പക്കാരും പ്രായമായവരുമെല്ലാം വളരെ ആവേശത്തോടു കൂടി ലോറിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൊണ്ടുപോകാനുള്ള ലോറി, കാലിയായ ലോറിയുണ്ട്, നിറച്ച ലോറികളുണ്ട്, ഇപ്പം നിറച്ചുകൊണ്ടിരിക്കുന്ന ലോറികളുണ്ട്. ഏതാണെങ്കിലും കുട്ടനാട്ടിലെ പ്രിയപ്പെട്ട എല്ലാ ചുമട്ട് തൊഴിലാളികൾക്കും അവരുടെ പണി ആവേശപൂർവ്വം നടത്താനുള്ള ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന ഹൃദയം നിറഞ്ഞ ആശംസകൾ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.